പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജിമ്മി. ഗസ്റ്റുകൾ ഒരുപാട് പേര് ശബരിമല അയ്യപ്പനുണ്ട് എന്ന് പലപ്പോഴും പറയുമ്പോൾ ഞാനത് അത്ര വിശ്വസിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ അത് വിശ്വസിക്കേണ്ട അവസ്ഥയാണ്. കാരണം കള്ളം പറഞ്ഞവരെല്ലാം വരിയായിട്ട് വന്ന് ലൈനായിട്ട് നിൽക്കുകയാണ്. പോറ്റിയെ അറിയാമോ? അറിഞ്ഞൂടാ. അടുത്ത ലൈൻ ചെറുതായിട്ടറിയാം. പിന്നെ പറഞ്ഞു ഒന്ന് രണ്ട് ചടങ്ങുകളിലൊക്കെ പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ മുമ്പിൽ അത് വേറെ ആരോ കൊണ്ടുവന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു അയൽക്കാരൻ പറയുകയാണ്, സ്ഥിരമായി വന്നിരുന്ന ആളുകളുടെ പേര് ഓരോന്നോരോന്നായി പറയുകയാണ്. അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അദ്ദേഹം അന്ന് മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. UDF ഇപ്പോഴത്തെ കൺവീനർ അന്നത്തെ MP ആയിട്ടുള്ള അടൂർ പ്രകാശുണ്ട്. അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായി വരുമായിരുന്നു. OJ അംബികയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ, അതൊരു മരണച്ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് എന്തോ ആട്ടോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവരെല്ലാം പറഞ്ഞ മുൻ പ്രസ്താവനകളാണ് അവരെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ നുണ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ ജനം അവിശ്വസിക്കും. അങ്ങനെയാണല്ലോ രീതി. നിങ്ങൾ കള്ളം പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്? കടകംപള്ളി സുരേന്ദ്രൻ്റെ കേസ് ആദ്യം എടുത്താൽ കടകംപള്ളി സുരേന്ദ്രൻ പല പ്രാവശ്യം ചോദിക്കുമ്പോഴും എനിക്കറിയില്ല, എനിക്ക് ഒരു പരിചയവുമില്ല, ഭക്തനാണ്, എൻ്റെ മണ്ഡലത്തിൽ ഞാൻ അടുപ്പിച്ചിട്ടില്ല, എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുന്നു പോലീസിൻ്റെ അകമ്പടിയോട് കൂടി ഞാൻ അവിടെ പോയിട്ടുണ്ട്, പോലീസ് കൂടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വേറെ കള്ളത്തിനൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എന്തൊരു അപഹാസ്യമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മന്ത്രി സ്വയം ന്യായീകരിച്ചത്, അല്ല മുൻ മന്ത്രി ന്യായീകരിച്ചത്. ഇതാദ്യമേ പറയുകയും അത് വ്യക്തമാക്കുകയും ചെയ്യാത്തതിൻ്റെ പിന്നിൽ അദ്ദേഹം പേടിച്ചു പോയിട്ടാണോ എന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ വ്യക്തമായി ഇതെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ വിചാരിക്കണം. കാരണം ഒരുപാട് അണിയറ കഥകൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ അഭ്യൂഹമാണെന്ന് പറഞ്ഞ് തള്ളുന്നതും ഒക്കെ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞതിനകത്തും നുണയുണ്ട്. അദ്ദേഹം രാവിലെ നമ്മുടെ ടെലിവിഷനിൽ പറഞ്ഞത് നൂലുകെട്ടിന്, ഒരു കുഞ്ഞിൻ്റെ മറ്റേ നൂലുകെട്ടിന് ഞാൻ പോയി എന്നാണ് എൻ്റെ ഓർമ്മ എന്നാണ്. പോറ്റിയുടെ മകന് 20 വയസ്സാ പ്രായം. അപ്പം നൂലുകെട്ട് ഏത് കാലത്ത് 20 വർഷം അല്ല ഉണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടെങ്കിൽ പെങ്ങളുടെ മകനും പെങ്ങളുടെ മകളും ഈ പ്രായത്തിൽ വരില്ല. അപ്പോൾ പോറ്റിയുടെ മകന് നൂലുകെട്ട് നടത്താൻ സാധ്യതയില്ല, പോറ്റിയുടെ പെങ്ങളുടെ മകൾക്കോ മകനോ നൂലുകെട്ടിന് സാധ്യതയില്ല. അപ്പോൾ രാവിലത്തെ ടെലിവിഷനിൽ പറഞ്ഞത് നുണ. അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം വരുമ്പോൾ അതങ്ങ് വിഴുങ്ങി, അതില്ല. രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ വരിയില്ല, ഞാനവിടെ പോയിട്ടുണ്ട് എന്നത് മാത്രമായി. 1. 2, അടൂർ പ്രകാശ് എന്താണ് പറഞ്ഞത്? അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞു എന്താണ് ബന്ധം നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പോയി അടൂർ പ്രകാശ്. പിന്നീട് പറഞ്ഞു എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഒരു പൊതു ചടങ്ങിൽ അയാൾ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് നേതാക്കന്മാരെ നിങ്ങൾ ഇയാളുടെ വീട്ടിലെ സന്ദർശകനാകുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി, അയാൾ ശബരിമലയിലെ ഒരു പരികർമ്മിയുടെ സഹായി ആയി നിൽക്കുന്ന ആളുടെ വീട്ടിൽ നിങ്ങൾ ഒരു തവണ പോയാൽ മതി, ആ വീട്ടിൽ ഒരു തവണ പോയാൽ മതി. എന്താണ് ബന്ധം? ബാംഗ്ലൂരിലെ കൂടിയാലോചന ചർച്ചയും മറ്റ് പലയിടത്തെടുത്ത ഫോട്ടോകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തവണ സ്റ്റേറ്റ് കാർ വെച്ച് അയാളുടെ വീട്ടിൽ പോയിട്ടുള്ള എന്താണ് അർത്ഥം? നമ്മുടെയൊക്കെ മണ്ഡലത്തിൽപ്പെടുന്ന ആളുകൾ, മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ട്, വീട്ടിൽ വരാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ബന്ധം? അപ്പോൾ ന്യായമായിട്ട് തിരിച്ചവർ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ഒരു പ്രധാനിയാണെന്നാണ്. ഞങ്ങളങ്ങനെ വിശ്വസിക്കാം, സാധാരണക്കാർ വിശ്വസിക്കാം. പക്ഷേ ഇയാൾ അവിടുത്തെ വെറും പരികർമ്മി മാത്രമാണ്, പരികർമ്മിയുടെ സഹായിയാണെന്ന് അറിയാവുന്ന ആളല്ലേ ദേവസ്വം ബോർഡ് മന്ത്രി. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് എങ്ങനെയാണ് തെറ്റുക? ഞങ്ങൾക്ക് തെറ്റാം, ഞങ്ങൾ സാധാരണക്കാരനാണ്. ശബരിമലയിൽ പോയാൽ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ മന്ത്രി എങ്ങനെ തെറ്റിദ്ധരിക്കുക? MP എങ്ങനെ തെറ്റിദ്ധരിക്കുക? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ തെറ്റിദ്ധരിക്കുക? ഇത് വളരെ കൃത്യമായ നെക്സസിൻ്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു സംശയവുമില്ല, ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അത് പ്രയാർ ഗോപാലകൃഷ്ണനായാലും അടൂർ പ്രകാശ് ആയാലും കടകംപള്ളി സുരേന്ദ്രനായാലും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ശരി ഇതൊക്കെയാണ് പോറ്റിപ്പെടുത്തിയതാണോ പോറ്റിയെപ്പെടുത്തിയതാണോ? അതായത് ശബരിമലയിലെ വളരെ സാധാരണക്കാരനായ ഒരാളെ ഉപയോഗിച്ച് ഒരു വലിയ തട്ടിപ്പിന് വേറെ ആരെങ്കിലുമൊക്കെ നടത്തിയതാണെങ്കിലോ, പോറ്റി അതിനകത്തെ നമ്മൾ കാണുന്ന ഒരു ചെറിയ സൈഡ് കിക്ക് മാത്രമാണെങ്കിലോ, അങ്ങനെയും ആലോചിച്ചൂടെ? പോറ്റിയാണോ ഏറ്റവും വലിയ കള്ളൻ? പോറ്റിയെ ഉപയോഗിച്ച് ചുറ്റുകൂടുന്ന ബാക്കിയുള്ളവരാണ് കള്ളന്മാർ. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അധികാരത്തിലിരിക്കുന്നവർ ഇയാളെ ഉപയോഗിച്ച് നടത്തിയൊരു തട്ടിപ്പാണോ? അങ്ങനെയും ആലോചിച്ചൂടെ? വെറുതെ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ മാത്രം ഫിക്സേറ്റഡ് ആയിപ്പോയാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന മന്ത്രിമാരും നേതാക്കന്മാരും പറഞ്ഞ വാക്ക് വിശ്വസിച്ചപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധം, ഇവരെല്ലാം പറയുന്നത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചു. ഇപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഇയാളെ അറിയാമായിരുന്നു, പക്ഷേ അയാൾ അന്ന് കള്ളവ് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം. അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അന്ന് എങ്ങനെ ഇയാളുമായി ബന്ധമുണ്ടായി? ഇയാൾ ആരാണ്, എന്താണെന്ന് അറിയാതെയാണോ? അല്ലെങ്കിൽ അയാൾക്ക് ഒരു റിലവൻസും ഇല്ലാത്ത ഒരാളാണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനു പോയി എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ ഇന്ന് ഒരു വലിയ നുണ പറയുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ
തട്ടിപ്പിൻ്റെ ഒരു കഥ മോളിൽ പോകുമ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനകത്തുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കോടതി പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. സ്വർണം പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം, പഴയ സ്വർണ്ണമല്ല പുതിയ സ്വർണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദ്വാരപാലക ശില്പപാളികൾ നേരെ ചെന്നൈയിലേക്കല്ല പോയത്, നേരെ ഹൈദരാബാദിലേക്കാണ് പോയത്. ഹൈദരാബാദിൽ പോയി 39 ദിവസത്തിന് ശേഷമാണ് ഈ സാധനം തിരിച്ചു വരുന്നത്. ഈ 39 ദിവസത്തിനിടയ്ക്ക് പല അമ്പലങ്ങളിലും വെച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു പക്ഷേ ഹൈദരാബാദിൽ ഈ ദ്വാരപാലക ശില്പപാളികളുടെ പുതിയൊരു അച്ചുണ്ടാക്കിയതാണെങ്കിലോ, പുതിയൊരു ദ്വാരപാലക ശില്പപാളികൾ കോപ്പറിലുണ്ടാക്കി ഈ പഴയ സാധനം അങ്ങനെ തന്നെ ഹൈദരാബാദിൽ നിന്ന് അപ്രത്യക്ഷമായതാണെങ്കിലോ, എന്നിട്ടാണ് അത് തിരിച്ചു വരുന്നത്. അതിൻ്റെ കണക്ക് പറയുന്നത് ജൂലൈ 19-ാം തീയതി ദ്വാരപാലക ശില്പപാളികൾ 12 എണ്ണം ആണ് ശബരിമലയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് പോറ്റിയുടെ സ്വന്തക്കാരൻ കൊണ്ടുപോകുന്നത്. ചെന്നൈയിലെത്തുന്നത് 10 പാളികളാണ് ആദ്യം, 2 എണ്ണം വരുന്നില്ല. വേറൊരു 2 എണ്ണം അതിന് ഒരു ദിവസത്തിന് ശേഷം, അത് പില്ലറിൻ്റെ പാളികളാണ്, അത് നേരെ ചെന്നൈയിലേക്ക് എത്തുന്നുണ്ട് ബാംഗ്ലൂർ വഴി. അപ്പോൾ 39 ദിവസം കാത്തിരുന്ന ശേഷം വേറൊരു പ്രിൻ്റ് എടുത്ത് വേറൊരു മോൾഡിൽ ഉണ്ടാക്കിയ ദ്വാരപാലക ശില്പപാളികളാണ് ചെന്നൈയിലെത്തിയതെങ്കിലോ, പിന്നീട് വരാതെ പോയ 2 എണ്ണം അതാണ് നമ്മളീ പറയുന്ന താങ്ങുപീഠത്തിൻ്റെ 2 എണ്ണം. അത് കുറച്ച് ലൈറ്റായിട്ടാണ് വരുന്നത്. ഈ സാധനം ഫിറ്റാകാതെ വരുമ്പോൾ വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, അതും ഫിറ്റ് ചെയ്യുമ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ പഴയത് മതി എന്ന് പറഞ്ഞ് വെക്കുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു പേര്, നമ്മളെല്ലാവരും ഒന്ന് ആദ്യം പുറകെ പോയതാണ് CK വാസുദേവൻ്റെ പേരാണ്. ഈ CK വാസുദേവൻ്റെ അളിയനായ അജികുമാറാണ് അതിന് 1 വർഷം മുമ്പ് വാതിലിൻ്റെ സ്പോൺസർ. നോക്കണേ, കണക്ഷൻ എവിടം വരെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു വലിയ ഗൂഢസംഘം എത്രയോ കാലമായി ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി. ഒരാൾ തന്നെ ഒരു സ്പോൺസറായിട്ട് നമുക്ക് തോന്നും, ആ സ്പോൺസർ വേറെ രൂപത്തിൽ അപ്പുറത്ത് വരും, 3ാമത്തെ പരിപാടിക്ക് വേറൊരു പേരിൽ 3ാമത് വേറൊരു സ്പോൺസർ വരും. ഇങ്ങനൊരു വലിയ നെക്സസ്. പോറ്റി അതിൻ്റെ മുമ്പിൽ. പക്ഷേ പോറ്റിയുമായി ഇവർക്കെല്ലാം അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ, പോറ്റിയാണോ ഇതിനകത്തെ വലിയ മീൻ, അതോ പോറ്റി വെറും ഒരു ചെറിയ മീനാണോ? വേറെ ആരൊക്കെയോ ദൈവതുല്യരായിരിക്കാം, തന്ത്രിയാവാം, മന്ത്രിയാവാം, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവാം, ഇവരൊക്കെയാണോ ഇതിനകത്തെ വലിയ മീനുകൾ? പോറ്റി വെറും ചെറിയ മീനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ പറഞ്ഞ നുണ കൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു. ശുദ്ധ നുണയായിരുന്നു ഇത്രയും ദിവസം പറഞ്ഞത്, ഇന്ന് പറയുന്നത് നുണയാണ്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാതെ അടൂർ പ്രകാശ് ഒളിച്ചു കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള MP അദ്ദേഹവും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇതുവരെ നമുക്ക് വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നുണകളുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കുന്നത് ഇന്ന് പൊളിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളാണ് കൊണ്ടെത്തിച്ചത്. ജനങ്ങളോട് കള്ളം പറഞ്ഞതിന് നിങ്ങളെല്ലാവരും സമാധാനം പറയണം. Meet the editors.